ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ഭർത്താവ് ഒപ്പിച്ച കെണി എന്ന സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ. രാവിലെ എഴുന്നേറ്റ പാടെ ഇക്കയെ വിളിച്ച് ലീവ് വാങ്ങി. പതിവ് കസരത്തൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞാൻ ജോസിനെയും കാത്തിരുന്നു. 10 മണി ആകാറായപ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി. ഞാൻ പോയി വാതിൽ തുറന്നു. ജോസും ആലീസുമായിരുന്നു. ആ ജോസേ, കയറി വാ. ഞാൻ അവർക്ക് കയറാൻ വേണ്ടി വാതിലിനടുത്ത് നിന്ന് മാറി നിന്നു. രണ്ടാളും അകത്ത് കയറി. ഞാൻ വാതിലടച്ച് ലോക്ക് ചെയ്തു. പിന്നെ ഹാളിലെ സെറ്റിയിലിരുന്നു. രണ്ടാളും എന്നെ നോക്കി പരിങ്ങി നിൽക്കാണ്. ഹാ, ഇരിക്ക് ജോസേ. ആലീസേ, ഇരിക്ക്. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണ്ടേ? ഞാനൊരു വില്ലൻ ചിരിയോടുകൂടി അവരോട് പറഞ്ഞു. രണ്ടാളും ഇരുന്നു. പിന്നെ നിസ്സഹായ ഭാവത്തിൽ എന്നെ നോക്കി. ജോസ് പതിവ് പോലെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖത്തൊരു പഴയ പ്രസരിപ്പില്ല. നിസ്സഹായതയാണ് ഭാവം. ആലീസ് ഒരു വെള്ളയിൽ നീല പൂക്കളുള്ള സാരിയായിരുന്നു വേഷം. മുഖത്ത് വരാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ധാരണയുള്ള പോലെ. എൻ്റെ കണ്ണുകൾ ഞാൻ അവളിലേക്കൊന്ന് തിരിച്ചു. മിതമായ വണ്ണം, ജോസിനെ പോലെ തന്നെ വെളുത്ത നിറം. ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു ആ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. എൻ്റെ കണ്ണുകൾ ആലീസിനെ കുത്തി വലിക്കുന്നത് കണ്ട് ജോസൊന്ന് മുരടനായി. ഞാൻ അയാളെ തുറപ്പിച്ചു നോക്കിയപ്പോൾ അയാളൊന്ന് ചൂളിപ്പോയി. പിന്നെ പയ്യെ കയ്യിലിരുന്ന ബാഗ് തുറന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് നടുവിലെ ടീപ്പോയിലേക്ക് വെച്ചു. ഒപ്പം ഒരു ബാങ്ക് പാസ്ബുക്കും ചെക്ക് ബുക്കും കൂടി. ഞാൻ ജോസിനെ നോക്കി. ആ പാസ്ബുക്ക് മറിച്ചു നോക്കി. 6,30,000 രൂപ അതിൽ ബാക്കിയുണ്ട്. ചെക്ക് ബുക്ക് നോക്കി. അതിൽ 6,30,000 എഴുതി സൈൻ ചെയ്തൊരു ചെക്ക്. അത് മുഴുവൻ കുഞ്ഞെടുത്തോ, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മതി, അയാൾ ദയനീയതയോടെ പറഞ്ഞു. ഞാൻ ബുക്ക് 2 മേശപ്പുറത്തേക്ക് ഇട്ടു. പിന്നെ ഓർണമെൻറ്റ്സ് നോക്കി. എല്ലാം പുതിയ ഫാഷനിലുള്ളവ. ഇത് മൊത്തം എത്രയുണ്ട്? ഞാൻ ഓർണമെൻറ്റ്സിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. 53 പവൻ. ആലീസാണ് മറുപടി പറഞ്ഞത്. ഞാൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. മൊത്തം ആലീസിൻ്റെ സെലക്ഷൻ ആവുമല്ലേ? കൊള്ളാം, നല്ല സെലക്ഷൻ സെൻസ് ഉണ്ട് ആലീസിന്. ഞാൻ അവളെ അഭിനന്ദിച്ചു. ആ സാഹചര്യത്തിലും അവളുടെ മുഖമൊന്ന് ക്ഷണനേരത്തേക്ക് തെളിഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് നിവർന്നിരുന്നു. എന്തോ പറയാൻ തയ്യാറെടുക്കുന്ന എന്നെ രണ്ടുപേരും സൂക്ഷ്മതയോടെ നോക്കി. അപ്പോൾ ജോസേ, 6 മാസം കൊണ്ട് താൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയത് 5,43,000 രൂപയാണ്. ഞാനിത് പോലീസ് കേസാക്കിയാൽ അവർ താൻ ഇവിടെ ജോലിക്ക് ചേർന്ന കാലം തൊട്ടുള്ള കണക്ക് കൂട്ടും. ഇപ്പോൾ 4 കൊല്ലം ആയില്ലേ? അയാൾ അതിയെന്ന് തലയാട്ടി. അങ്ങനെ നോക്കിയാൽ അവർ 40 ലക്ഷത്തിൻ്റെ കളവ് തൻ്റെ മേൽ ചാർത്തും. അത്രയും കണ്ടില്ലെങ്കിൽ സ്വത്ത് ജപ്തി ചെയ്യാൻ വിധി വരും. താനും കുടുംബവും പെരുവഴിയാകും. രണ്ടുപേരും അത് കേട്ട് വിളറി വെളുത്തുപോയി. അത് നിയമവശം. അല്ലാതെന്താ സംഭവിക്കുന്നതെന്ന് തനിക്ക് ഊഹിക്കാമല്ലോ. ഇക്ക തന്നെ പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കും. ക്യാഷിൻ്റെ കാര്യത്തിൽ അയാളൊരു ചെകുത്താനാണ്. ഇരിക്കുന്ന ആലിസിനെ പോലും അയാൾ വെറുതെ വിടില്ല. അതും കൂടി ആയപ്പോൾ രണ്ടാളും ആലില പോലെ വിറച്ചു. ജോസ് ഓടി എഴുന്നേറ്റ് വന്ന് എൻ്റെ കാൽക്കലിരുന്ന് കൈകൂപ്പി. രക്ഷിക്കണം കുഞ്ഞെ, ഞങ്ങളെ കൊല്ലാൻ വിട്ട് കൊടുക്കല്ലേ. എൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന ജോസിനെ ആലീസ് അവജ്ഞയോടെ നോക്കി. അത് കണ്ട് ഞാനൊന്ന് ചിരിച്ചു. ജോസേ, എഴുന്നേക്ക് വാ, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. ആലീസേ, 1 മിനിറ്റ്. ഞാൻ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. ജോസ് പിന്നാലെ നായെപ്പോലെ വന്നു. ഞാൻ ഫ്രിഡ്ജ് തുറന്നൊരു ബോട്ടിൽ കയ്യിലെടുത്തു. ജോസേ, 2 ഗ്ലാസ് എടുത്തേ. അയാൾ കിച്ചൺ ട്രാക്കിൽ നിന്നും 2 ഗ്ലാസ് എടുത്തുകൊണ്ടുവന്നു. ഹാ, കഴുകിയിട്ട് കൊണ്ടുപോടോ. ഞാൻ ചീറി. അയാൾ അനുസരണയുള്ള ഒരു വേലക്കാരനെ പോലെ ഗ്ലാസ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഞാൻ 2 ഗ്ലാസ്സിലും ഓരോ 60 ഒഴിച്ചു. എന്നാ കഴിക്ക്. ഞാൻ അയാളുടെ നേരെ ഗ്ലാസ് നീക്കി. വെള്ളം. അയാൾ തല ചൊറിഞ്ഞു. ഞാനൊന്ന് തുറച്ചു നോക്കി. അയാൾ ഒറ്റയടിക്ക് അത് വിഴുങ്ങി.
പിന്നെ അതിൻ്റെ കയ്പിൽ ഒന്ന് കണ്ണിറുക്കി തുറന്നു. ഞാൻ അയാളുടെ ഗ്ലാസ്സിൽ ഒന്നുകൂടി നിറച്ചു. അടിക്കാൻ ആംഗ്യം കാണിച്ച് അതും അയാൾ പച്ചയ്ക്ക് വിഴുങ്ങി. ഞാനും എൻ്റെ ഗ്ലാസ്സിലുള്ളത് പതിയെ സിപ്പ് ചെയ്തു. അപ്പോൾ ജോസേ, എന്താ ഇതിനൊരു പരിഹാരം? ഞാൻ അയാളോട് ചോദിച്ചു. അതിപ്പോൾ കുഞ്ഞു പറയും പോലെ ചെയ്യാം. അയാൾ വിനയാതനായി. എങ്കിൽ ഈ സ്വർണവും പണവും മുഴുവൻ ഇവിടെ വെച്ചിട്ട് ജോലി കളഞ്ഞ് പോകാൻ പറ്റുമോ? ഞാൻ അയാളെ നോക്കി ചോദിച്ചു. അത് കുഞ്ഞെ, ഈ ജോലി പോയാൽ ഇത്രയും ശമ്പളത്തിൽ ഞങ്ങൾക്കിനി ഒരു ജോലി കിട്ടില്ല. ആ ബാഗിലുള്ളത് മുഴുവൻ മോൻ എടുത്തോ, ഞാനിനി ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല, അയാൾ പറഞ്ഞു. ഹാ, അതെങ്ങനെ ശരിയാകും ജോസേ? തന്നെ ഇനി എങ്ങനെ അവിടെ ഇരുത്തും? അത് ശരിയാകില്ല, ഞാൻ നിഷേധത്തോടെ പറഞ്ഞു. അല്ല കുഞ്ഞെ, പരുമല പിതാവാണേ, ജോസിനെ ഒരു കള്ളത്തരവും കാണിക്കില്ല. പ്ലീസ് ഞങ്ങളെ വഴിയാധാരമാക്കല്ലേ. കടമൊക്കെ വീട്ടി ഒന്ന് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അയാൾ ദയനീയതയോടെ പറഞ്ഞു. ഹാ, ബെസ്റ്റ്, മോഷ്ടിച്ച് കടം വീട്ടി, ഞാൻ പുച്ഛത്തോടെ പറഞ്ഞു. അയാൾ തല താഴ്ത്തി. എന്തും ക്ഷമിക്കാൻ ജോസേ, പക്ഷേ താൻ എന്നെ പറ്റിച്ചത് മാത്രം എനിക്ക് പൊറുക്കാൻ പറ്റില്ല. ഞാൻ പല്ലിനെരിച്ചു. അയാളുടെ കണ്ണിൽ ഒരു ഭയം അരിച്ചു കയറി. അതിന് താൻ എങ്ങനെ പരിഹാരം കാണും പറ? ഞാൻ അയാളെ നോക്കി. അത് അയാൾ നിന്ന് വിക്കി. ജോസേ, താൻ എന്നെ പറ്റിച്ചു. അപ്പോൾ ഞാനും തന്നെ അതേ രീതിയിൽ മണ്ടനാക്കി അപമാനിക്കുക, അത് തന്നെ വേണം അല്ലേ? ഞാൻ സ്വരം കടുപ്പിച്ചു. അയാൾ ഒന്നും മിണ്ടില്ല, തല കുലുക്കി. ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്താലും താൻ മിണ്ടില്ല, താൻ എന്നെ അനുസരിക്കും, ഒരു നിബന്ധനയുമില്ലാതെ. സമ്മതമാണോ? ഞാൻ ചോദിച്ചു. ആ, സമ്മതം. കുഞ്ഞെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. കർത്താവ് ഈശോമിശിയാണ് സത്യം. അയാൾ എൻ്റെ കൈ പിടിച്ച് അതിന് മുകളിൽ തൻ്റെ നെറ്റിയിൽ അമർത്തി. താൻ മാത്രം സമ്മതിച്ചാൽ പോരാ, തൻ്റെ ഭാര്യയും സമ്മതിക്കണം. പോയി അവളോട് ചോദിക്കൂ, ഈ നിബന്ധന അനുസരിക്കാൻ തയ്യാറാണോ എന്ന്. ഞാൻ പുറത്തേക്ക് ലക്ഷ്യമാക്കി നോക്കി. ജോസ് ഒരു നിമിഷം എന്നെ നോക്കി നിന്നു. പിന്നെ ആശയറ്റവനെ പോലെ തല താഴ്ത്തി ഹാളിലേക്ക് നടന്നു. കുറച്ച് സമയത്തിന് ശേഷം കയ്യിലെ ഗ്ലാസ്സിലെ അവസാന സിപ്പും എടുത്ത ശേഷം ഞാൻ ഹാളിലേക്ക് നടന്നു. ജോസ് തൻ്റെ ഭാര്യയോട് കൊഞ്ചുന്നത് ഞാൻ കേട്ടു. ആലിസിൻ്റെ ശബ്ദവും കേട്ടു. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല, നീ ഒന്ന് സമ്മതിക്ക്. ഇല്ലെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം പോകും. നീ ഒന്ന് സമ്മതിക്ക ആലീസേ, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഷേ, തനിക്ക് നാണമില്ലേടോ ഇങ്ങനെ എന്നോട് പറയാൻ? അവൻ അടുത്തത് പറയുന്നത് എന്നോട് ആ റൂമിലേക്ക് ചെല്ലാനായിരിക്കും. അപ്പോൾ താൻ അത് മനസ്സിരിക്കോ? താൻ ഇങ്ങനെ ഒരു ഉണ്ണാക്കനായി പോയല്ലോ. അവൾ കോപം കൊണ്ട് ചീറി. ആ, ചിലപ്പോൾ അതും വേണ്ടി വരും ആലീസേ. ഈ ഷോയൊക്കെ ഇതിനു പുറത്ത്. ഇത് എൻ്റെ വീട്, ഇവിടെ എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെന്നതും രണ്ടുപേരും സംസാരം നിർത്തി. ഞാൻ രണ്ടാളെയും നോക്കി. ജോസ് എന്ത് പറയണമെന്നറിയാതെ പരിങ്ങി. എൻ്റെ എടുത്തടിച്ചോളിൽ സംസാരം കേട്ട് ആലീസിൻ്റെ മുഖവും വിവരണമായി. അപ്പോൾ ജോസേ, താനിവിടെ ഇരി, ഞാൻ ആലീസിനോട് ഒന്ന് സംസാരിക്കട്ടെ. വാ ആലീസേ. ഞാൻ നടന്നു. അവൾ കത്തുന്ന മിഴികളോടെ ജോസിനെ ഒന്ന് നോക്കി, പിന്നെ എൻ്റെ പിന്നാലെ നടന്നു വന്നു. റൂമിലെത്തി ഞാൻ വാതിലടച്ചില്ല, പകരം അവളെ എൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എനിക്കറിയാം ഹോളിലിരുന്ന് ജോസ് അത് കാണുന്നുണ്ടെന്ന്. അവളൊന്ന് കുതറി. ഡാ, എന്നെ വിടടാ. അവൾ എന്നെ തള്ളി മാറ്റി. ഞാൻ അവളെ ബലമായി തന്നെ എന്നിലേക്ക് അടുപ്പിച്ചു. ഛേ, വിടടാ. നിനക്ക് അതിന് വേറെ ആളെ നോക്ക്, അല്ലെങ്കിൽ എൻ്റെ കെട്ടിയനോട് പറ, അയാൾ വരും നിനക്ക്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഹാ, അടങ്ങി നിൽക്കടി. അവനും ചെയ്യും നീയും ചെയ്യും. ഒന്ന് ഉപ്പു നോക്കി വിട്ടേക്കാമെന്ന് കരുതിയതാ. പക്ഷെ നിൻ്റെ ഈ പെർഫോമൻസ്, നീ ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ അവളുടെ കയ്യിൽ രണ്ടും പിന്നിലേക്കാക്കിക്കൊണ്ട് പറഞ്ഞു. ഛേ, അത്രം പണിക്ക് നീ വേറെ വല്ലരെ നോക്കടാ, ഈ ആലീസിനെ കിട്ടില്ല. അവൾ അവളുടെ സകല ശക്തിയും എടുത്ത് ഒന്ന് കുതറി. ഓ, ഒരുപാട് നല്ലവളാകല്ലേടി. ജോസ് ഇവിടെ നിന്ന് ചെയ്യുന്നത് നീയും അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ നീ ജോലി ചെയ്യുന്നിടത്ത് പോയായിരുന്നു. അവളുടെ കുതിർച്ച പെട്ടെന്ന് നിന്നു.
പേടിച്ച് പേടമൻ മിഴി എന്താണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സമയം അവളുടെ മുഖമൊന്ന് കാണേണ്ട തന്നെയായിരുന്നു. എന്താടി, നിന്റെ ചാട്ടം തീർന്നോ? ഞാൻ അവളുടെ കൈകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു ശില കണക്ക് നിന്നതല്ലാതെ അവൾ അനങ്ങിയില്ല. ആ കണ്ണുകൾ എൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു. നിങ്ങൾ ഇന്ന് ഇവിടെ വരുന്നവരെയും എൻ്റെ വിചാരം ജോസിനത് അറിയാമെന്നായിരുന്നു. പക്ഷേ ആ ബാങ്ക് പാസ്ബുക്ക് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. പിന്നെ പണി നിർത്തി എല്ലാം ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞപ്പോഴുള്ള അവൻ്റെ നിലവിളിയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഇതുവരെയും ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ പതിയെ അടിവെച്ച് അവളുടെ നേർക്ക് നടന്നു നീങ്ങി. ആലീസേ, നീ എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. നിന്റെ മുന്നിൽ വച്ച് 4 ജോസിന് കൊടുത്തിട്ട് അവനെ തൽക്കാലം എൻ്റെ കാര്യങ്ങൾക്ക് ഒരടിമയെപ്പോലെ നിർത്തണം എന്നേ ഉള്ളായിരുന്നു. എന്നെ പറ്റിച്ചവനെ അവൻ്റെ ഭാര്യയുടെ മുന്നിലിട്ട് 4 കൊടുക്കുക, ആ സ്വർണവും പണവും കൈക്കലാക്കുക എന്നതിനപ്പുറം ഞാനൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോഴാണ് നിൻ്റെ ആ മാസ് ഡയലോഗ്. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നിന്നെ വിടൂടൂ എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അവളെന്നെ നോക്കിയൊന്ന് തൊഴുതു. പ്ലീസ്, ഞങ്ങളെ വെറുതെ വിടണം. കണ്ണുനീർ അവളുടെ കവളിൽ കൂടി ഒഴുകി. അയ്യോ, എന്താ ആലീസ ഇത്? ഞാൻ അവളുടെ കണ്ണുനീർ തുടച്ചു. ആലീസ് സമ്മതിക്കാതെ ഒന്നുമില്ല. പക്ഷേ ആലീസ് സമ്മതിക്കും. ഞാനൊരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ എന്നെ ഒന്നും മനസ്സിലാവാതെ നോക്കി. അത്രയ്ക്കൊന്നും മനസ്സിലാവാനില്ല. ഒന്നെങ്കിൽ നീ എൻ്റെ കൂടെ, ഇല്ലെങ്കിൽ ഇക്കയും ആൾക്കാരും നിന്നെയും കെട്ടിയവനെയും കൊല്ല ചെയ്യും. എന്ത് വേണമെന്ന് നിനക്കിപ്പോൾ തീരുമാനിക്കാം. ഞാൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. അവൾ ബെഡിലേക്കിരുന്നു. കുറച്ചു നേരം എന്തൊക്കെ ആലോചിക്കുന്ന പോലെ തോന്നി. പല ഭാവങ്ങളും ആ മുഖത്ത് മിന്നി മറഞ്ഞു. ഒടുക്കം ഒരു നിർവികാര ഭാവത്തോടെ അവൾ പറഞ്ഞു, പക്ഷേ ആ കാര്യം ജോസ് അറിയരുത്. ആലീസേ, ഞാനായിട്ട് എന്തിനു പറയണം? നിന്റെ രഹസ്യം നിൻ്റേത് മാത്രം. അതിലൊന്നും എനിക്ക് താല്പര്യവുമില്ല. പിന്നെ നീ ഭൂലോക സുന്ദരിയായതുകൊണ്ടൊന്നും അല്ല, ഒരു നിമിഷത്തെ തോന്നലാണ്. ചിലപ്പോൾ ഈ ആവേശം അങ്ങ് മാറും. അതെല്ലാം മാറി മറിയും. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അവളെന്നെ നോക്കി. പിന്നെ മുഖമൊന്ന് തുടച്ച് എല്ലാത്തിനും തയ്യാറാണെന്ന ഭാവത്തിൽ എന്നെ നോക്കി. ഇവിടെ വെച്ചല്ല, അവിടെ നിന്റെ കെട്ടിയോൻ്റെ മുന്നിൽ. പിന്നെ ഒരു പ്രതിമ കണക്കെ നിന്നാൽ രാവിലെ നീ കണി കാണുന്നത് പോലീസിനെയോ ഇക്കയുടെ ആൾക്കാരെ ആകും. അതുകൊണ്ട് നന്നായി നിന്നാൽ ഇനി നമുക്ക് ഇവിടെ തകർക്കാം. ഞാൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പതിയെ എഴുന്നേറ്റ് മുറിയിലെ വാഷ്റൂമിലേക്ക് കയറി. ഞാൻ നോക്കി നിൽക്കെ അവൾ മുഖം കഴുകി ഒരു കൃത്രിമ പ്രസന്ന ഭാവത്തോടെ ഇറങ്ങി വന്നു. ആ, അപ്പോൾ ആലിസൂട്ടിക്ക് കാര്യവിവരമുണ്ട്. ഞാനൊന്ന് ചിരിച്ചു. അവൾ ഒരു ചിരി വർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് നിന്നു. ഗതികേട് കൊണ്ട് അവൾ അഭിനയിക്കാണ്. അതുമൊരു രസമല്ലേ, പാതി മനസ്സോടെ നിന്നവളെ അവളുടെ കൂടെ കൂടുന്നത്. പിന്നെ അവൾക്ക് കാര്യമായി എന്തോ രഹസ്യമുണ്ട്. അതെന്തായാലും എനിക്കൊന്നുമില്ല. അവൾ കാണിച്ച ഷോക്ക് ഇവളും എന്നെ കോമളയാക്കിയതിന് അവനും അനുഭവിക്കും. എനിക്കത് മതി. അപ്പോൾ എങ്ങനെ ആലീസെ, തുടങ്ങല്ലേ? ഞാൻ ചോദിച്ചു. എല്ലാം സാറിൻ്റെ ഇഷ്ടം പോലെ. അവൾ ഒന്നുകൂടി ഒന്നൊതുങ്ങി. സാറോ? ഞാൻ പൊട്ടിച്ചിരിച്ചു. നേരത്തെ 1/2 മണിക്കൂറിന് മുമ്പ് നീ എന്നെ അങ്ങനെയല്ലല്ലോ വിളിച്ചേ. നീ ജോസിനെയും കവത്തി വെട്ടുമല്ലോ. ഒന്ന് പോ സാറേ. അവൾ ഒന്ന് കുണുങ്ങി. പക്ഷേ അതിലെ കൃത്രിമത്വം എനിക്ക് ശരിക്കും മനസ്സിലായി. അത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അജയ്, അടുപ്പമുള്ളവർ അജു എന്ന് വിളിക്കും. ആലീസിനും അങ്ങനെ വിളിക്കാം. ഇനി അതല്ല സാറേ എന്നാണെങ്കിൽ അങ്ങനെ. ആലീസിൻ്റെ ഇഷ്ടം. അപ്പോൾ ശരി, ഈ ആലീസിനെ ഞാനങ്ങ് എടുക്കാം. വാ. അനുസരണയോടെ അവളെൻ്റെ കൂടെ ഹാളിലേക്ക് വന്നു. അവിടെ ആകാംക്ഷയോടെ ജോസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആലീസിൻ്റെ തോളിൽ കൈവച്ച് ഒരു ചിരിയോടെ ഞാൻ വരുന്നത് കണ്ട് ജോസ് എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റപ്പോൾ നേരത്തെ കുടിച്ചത് അയാളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ജോസെ, എങ്ങനെയാ കാര്യങ്ങൾ? ഞാൻ ജോസിനെ നോക്കി. അയാൾ എന്തും സമ്മതമാണെന്ന മട്ടിൽ എന്നെ നോക്കി. ഈ ഇരിക്കുന്നതിൽ പാതി സ്വർണവും ആലീസും എനിക്ക്, ബാക്കി ക്യാഷും സ്വർണവും താനെടുക്കാം. പിന്നെ ജോലിയിൽ തുടരാം. ഈ അടിച്ചുമാറ്റൽ ഇല്ലാതെ തന്നെ.
ജോസിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അയാളുടെ സന്തോഷം കണ്ട് ക്ഷണനേരത്തേക്ക് ആലീസിൻ്റെ മുഖം കോപം കൊണ്ട് നിറയുന്നത് ഞാൻ കണ്ടു. സമ്മതമാണെങ്കിൽ ജോസ് ഇരിക്ക്. ജോസ് പെട്ടെന്ന് തന്നെ സെറ്റിയിലിരുന്നു. ഞാൻ ആലീസിൻ്റെ തോളിൽ നിന്നും കൈയെടുത്തുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. ആലീസ് എന്ത് ചെയ്യണമെന്ന ഭാവത്തിൽ എന്നെയും ജോസിനെയും മാറി മാറി നോക്കി. ജോസേ, എന്താ കുഞ്ഞേ? ആലീസ് നിൽക്കുന്നത് കണ്ടില്ലേ? ആ, കണ്ടു മോനെ. എന്നാ അവളോടടുത്തത് എന്ത് ചെയ്യണമെന്ന് പറ. പെട്ടെന്ന് ജോസിൻ്റെ മുഖം വിവരണമായി. ആലീസിനും ഒരമ്പരപ്പുണ്ടായി. അയാളിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പരുങ്ങി. ജോസേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സ്വരം കടുപ്പിച്ച് പറഞ്ഞു. ജോസ് ഒന്ന് നെരിപിരി കൊണ്ടു. പിന്നെ വെപ്രാളത്തോടെ ആലീസിനെ നോക്കി. അവൾ ഒരു പുച്ഛത്തോടെ അയാളെ നോക്കി. ആലീസിൻ്റെ മുഖത്തെ പുച്ഛം കണ്ടപ്പോൾ അയാളുടെ മുഖത്തും വീണ്ടും ഞാളത കൊണ്ട് ചൂളി. ആലീസേ, നീ കുഞ്ഞിൻ്റെ അടുത്തേക്കിരി. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അയാളുടെ മുഖത്ത് മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് അവൾ എൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ജോസ് താഴേക്ക് നിൽക്കുമായിരുന്നു. ജോസേ, അയാൾ തലയുയർത്തി എന്നെ നോക്കി. ഡോ, അടുക്കളയിൽ പോയി മുൻപത്തെ പോലെ 2 എടുത്തിട്ട് വാ. അയാൾ അടുക്കളയിലേക്ക് വേഗം പോയി. ഞാൻ തിരിഞ്ഞ് ആലീസിനെ നോക്കി പുഞ്ചിരിച്ചു. അവളും പ്രയാസപ്പെട്ടൊരു പുഞ്ചിരി എനിക്ക് നൽകി. അപ്പോൾ ഇനിയിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. അതിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ കിട്ടും. അതിൽ കയറിയാൽ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിനായി ചെയ്യേണ്ടത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ടെലിഗ്രാമിലേക്ക് വരിക. അതിൽ ടോക്ക് വിത്ത് അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂസർ നെയിം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഥ കേൾക്കേണ്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.